सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 8वीं कक्षा की एक छोटी कविता पढ़ेगी। कविता का नाम है मरना। कवि का नाम है उदय प्रकाश। श्री उदय प्रकाश जी समकालीन हिंदी कवियों में अग्रणीय है। उनकी एक छोटी कविता है मरना। आइए दोस्तों, इस कविता का आशय ग्रहण करें। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒരു ചെറിയൊരു കവിതയാണ്. കവിതയുടെ പേര് മർന. കവിയുടെ പേര് ഉദയ് പ്രകാശ്. ഉദയ് പ്രകാശ് സമകാലീന ഹിന്ദി കവികളിൽ അഗ്രണീയനാണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് മർന. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കാം. आदमी मरने के बाद कुछ नहीं सोचता. आदमी मरने के बाद कुछ नहीं सोचता. आदमी मरने के बाद कुछ नहीं सोचता. आदमी മനുഷ്യൻ മरने के बाद മരിച്ചതിന് ശേഷം കുച്ച് നഹിം സോച്ചത ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. സോചന ചിന്തിക്കുക. ആദ്മി മरने के बाद कुछ नहीं सोचता. ആദ്മി मरने के बाद कुछ नहीं सोचता. മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹിം ബോൾത്ത. മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒന്നും തന്നെ പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ആദ്മി മർനെ കെ ബാദ് മനുഷ്യൻ മരിച്ചതിന് ശേഷം കുച്ച് നഹിം ബോൾത്ത ഒന്നും തന്നെ പറയുന്നില്ല. ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹിം ബോൾത്ത മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒന്നും തന്നെ പറയുന്നില്ല. कुछ नहीं सोचने और कुछ नहीं बोलने पर आदमी मर जाता है. कुछ नहीं सोचने ഒന്നും തന്നെ ചിന്തിക്കാതെ ഇരിക്കുമ്പോഴും और कुछ नहीं बोलने पर ഒന്നും പറയാതെ ഇരിക്കുമ്പോഴും ആദ്മി मर जाता है. यहाँ कवि मानव कुछ सोचना और बोलना चाहिए. अगर हम सोचना और बोलना नहीं करें तो हम जिंदा आदमी नहीं है. ഇവിടെ കവി പറയുന്നത് മനുഷ്യനാണെങ്കിൽ കുറച്ച് ചിന്തിക്കണം, എന്തെങ്കിലും പറയണം. അതായത് हमारे समाज में होने वाली समस्याओं पर सोचकर और उसके विरुद्ध हम बोलना चाहिए. समाज में होने वाली हर एक समस्याओं पर हमारी दृष्टि डालकर हम उस पर अपना मत प्रकट करना चाहिए. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അതിനെതിരായിട്ട് പ്രതികരിക്കുക. പ്രതികരണ ശേഷിയുള്ള മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പലരും ആവശ്യത്തിന്, അതായത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കുന്നു. അതുപോലെ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. വേണ്ട രീതിയിൽ അവർ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അതാണ് കവി ഈ കവിതയിൽ കൂടെ വ്യക്തമാക്കുന്നത്. ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹിം സോച്ചത. മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഭാവിയെപ്പറ്റി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ പറ്റി, നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവണം, അതിനെപ്പറ്റി ചിന്തിക്കുക. ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹിം ബോൾത്ത. അതേപോലെ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മരിച്ചവരാവാതെ ജീവിച്ചിരിക്കുന്നവരായിട്ട് എന്തെങ്കിലും സംസാരിക്കുക. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക. സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുക. കുച്ച് നഹിം സോച്ചനെ और कुछ नहीं बोलने पर आदमी मर जाता है. ഒന്നും പറയാതെ ഇരിക്കുമ്പോഴും ഒന്നും സംസാരിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മരിച്ച മനുഷ്യരാണെങ്കിൽ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ ചിന്തിക്കുക, പിന്നെ സംസാരിക്കുക. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ അനീതിയും ഓരോ സമസ്യയും നമ്മൾ മനസ്സിലാക്കി, ഓരോ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന്
ചിന്തിച്ചതിന് ശേഷം അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുഷ്യനാവുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാകുന്നത് എന്ന് കവി ഈ ചെറിയ കവിതയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. इसलिए हम क्या करना चाहिए? दूसरों के लिए हम बोलना चाहिए, दूसरों के लिए सोचना चाहिए. ऐसे करने से हमको ऐसा महसूस होगा हम जिंदा है. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക്, അതായത് നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? മനുഷ്യനാകുന്നത്. कवि इस कविता के माध्यम से ये बताना चाहते हैं, अगर हम जिंदा आदमी है तो हम दूसरों के लिए कुछ कहना चाहिए और सोचना चाहिए. ऐसा नहीं करे तो हम मरे हुए आदमी के समान बन जाएगा. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്താണ്? മരിച്ച മനുഷ്യന് തുല്യമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് കവി ഈ കവിതയിൽ കൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചെറിയ കവിതയുടെ ആശയം മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.